പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിൽ നീക്കുവാമീൻ. ദൈവജനത്തിന്റെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. 1 കൊറിന്തോസ് 3-ാം അധ്യായം അതിന്റെ 16-17 വചനം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്ന് ഓർപ്പെടുത്തുക. അപ്പോൾ കർത്താവ് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുക. യോഹന്നാൻ 14:23-24 വചനത്തിലും ഇതന്നെ പറയുന്നുണ്ട്. നീ എൻ്റെ വചനം പാലിച്ചാൽ ഞാൻ പിതാവിനെ അപേക്ഷിക്കുകയും ഞാനും പിതാവും കൂടെ വന്ന് നിന്റെ ഉള്ളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 4:4 പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ലോകത്തിനേക്കാൾ വലിയവനാണ്. അതുകൊണ്ടാണ് കർത്താവ് അപ്പമായിട്ട് മാറി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. കർത്താവ് വചനമായിട്ട് മാറി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് മഹാപരിശുദ്ധനായതുകൊണ്ട് നമ്മളും പരിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, മദ്യം, മയക്കുമരുന്ന്, ജഡത്തിന്റെ ദുർവികാരങ്ങൾ, ലോകത്തിന്റെ മ്ലേച്ഛതകൾ, അശുദ്ധികൾ, ഇതിലൊക്കെ പെട്ട് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. അശുദ്ധവും മ്ലേച്ഛവുമായതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. അപ്പോൾ വ്യഭിചാരം, ദുർമോഹം, ദുർവൃത്തികൾ, അതോടൊപ്പം തന്നെ ഈ മദ്യം, മയക്കുമരുന്ന്, ഇതിലേക്കൊന്നും പോയി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കാനോ കളങ്കമാക്കാനോ പാടില്ല. കാരണം ദൈവത്തിന് അങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളിൽ വസിക്കാനാവില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്നേഹമായിരിക്കണം. സ്നേഹം, ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ എന്നറിയണം. അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയായി, തകർന്നു കിടക്കുന്ന കർത്താവിൻ്റെ മക്കളെ രക്ഷിക്കുന്ന വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തു തകർന്നു കിടക്കുന്ന മക്കളെ രക്ഷിക്കാൻ വേണ്ടി അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സക്കവൂസിനെ രക്ഷിക്കാൻ സക്കവൂസ് ഇരുന്ന സ്ഥലത്തേക്ക് കർത്താവ് പോകുന്ന കാണാൻ പറ്റും. കർത്താവ് ലാസർ നെ ഉയർപ്പിക്കാൻ അവിടേക്ക് പോകുന്ന കർത്താവിനെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ തകർന്നു കിടക്കുമ്പോൾ തകർന്നു കിടക്കുന്ന അടുക്കിലേക്ക് ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. ക്രിസ്തു ശിഷ്യരായ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. തകർന്ന് തരിപ്പണമായി കിടക്കുക. അതാണ് വിശുദ്ധരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പല വിശുദ്ധരെയും കാണാൻ പറ്റും. മദ്യപാനികളുടെയൊക്കെ അടുക്കിലേക്ക് ചെന്ന് അവരെയൊക്കെ കർത്താവിനെ കൊടുത്തുകൊണ്ട് രക്ഷിക്കുന്നവർ, ജയിലിൽ കുറ്റവാളികളായിട്ട് തടവിൽ കിടക്കുന്ന അടുക്കിൽ ചെന്ന് അവർക്ക് വചനം പ്രഘോഷിക്കുന്നവർ, അവർക്ക് സത്യദൈവത്തെ കൊടുത്ത് അവരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവർ. നമുക്ക് അറിയാം, മദർ തെരേസ എന്ന വലിയ വിശുദ്ധ തകർന്ന് തെരുവിൽ കിടന്ന പാവപ്പെട്ട, ആർക്കും വേണ്ടാത്ത പാവപ്പെട്ട മക്കളുടെ അടുക്കിലേക്ക് ചെന്ന് അവരെ വാരിയെടുത്തു കൊണ്ടുവന്ന്, കുഷ്ഠരോഗികളെ വാരിയെടുത്തു കൊണ്ടുവന്ന് അവർക്ക് ക്രിസ്തുവിനെ കൊടുത്ത് അവരെ സ്വന്തമാക്കിയ ആള്. യേശുക്രിസ്തു കുഷ്ഠരോഗിയെ അടുക്ക ചെന്ന് സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇത് തന്നെയാണ്. തകർന്ന് കിടക്കുന്നത്, അതാ കർത്താവ് പറഞ്ഞ്, ഞാൻ തകർന്ന മക്കൾക്ക് വേണ്ടിയാണ് കടന്നു വന്നത്, എല്ലാവരാലും നശിപ്പിക്കപ്പെട്ടവരെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, പാപികളെ തേടിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവ് ഓർപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, പരിശുദ്ധവും നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരായിരിക്കുന്ന ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒറ്റപ്പെട്ട് തകർന്നൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെന്തെങ്കിലും ചില പ്രശ്നങ്ങളോ പാപങ്ങളോ ഒക്കെ ആയിരിക്കും. നമ്മളെ വിധിക്കാതെ, കുറ്റം പറയാതെ നമ്മൾ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്ന് സ്നേഹത്തോടെ നമുക്ക് അവരെ നേടാൻ പറ്റും. പലപ്പോഴും കൂട്ടായ്മകളിലും, പ്രാർത്ഥന കൂട്ടായ്മകളിലും, കുടുംബജീവിതത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി തകർന്നു പോയാൽ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളെ കാണുന്നത്. അവരെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിട്ട് പോകും. ഒരു ഇടവകയിലായിക്കോട്ടെ, ഒരു കൂട്ടായ്മയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയിലായിക്കോട്ടെ, ഒരു വ്യക്തിക്ക് അദ്ദേഹം ഒരു പാപാവസ്ഥയിലേക്ക് വീണുപോയി, അല്ലെങ്കിൽ തകർന്നു പോയി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അദ്ദേഹം തകർന്നു പോയാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, പലപ്പോഴും ആ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളെ കാണുന്നത്. പ്രാർത്ഥനക്കാർ പോലും പലയിടത്തും അങ്ങനെ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല, ക്രിസ്തു അങ്ങനെയല്ല വന്നിരിക്കുന്നത്. തകർന്നു പോയ മക്കളുടെ അടുക്കിലേക്ക് ചെന്ന് അവർക്ക് കർത്താവിനെ കൊടുത്ത് അവർക്ക് കർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി അവരെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. എന്നാൽ സ്വന്തം ബുദ്ധിയും ഉപയോഗിച്ച്, സ്വന്തം കഴിവ് ഉപയോഗിച്ച് അറിയേണ്ട ജ്ഞാനവും എല്ലാം അറിഞ്ഞ്, ക്രിസ്തുവിനെക്കുറിച്ചും സ്വർഗരാജ്യ രഹസ്യങ്ങളും അറിഞ്ഞതിന് ശേഷം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ക്രിസ്തു പോകുന്നതും കാണാൻ പറ്റുന്നില്ല. അത് നമുക്ക് കാണാൻ പറ്റുന്നത്, നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വനങ്ങളിലൂടെ പോയി അതിനെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന, തകർന്നു പോയ കുഞ്ഞാടിനെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. സക്കവീസിന്റെ അടുക്കൽ പോയി അവനെ നേടിയെടുത്തുകൊണ്ടുവന്ന കർത്താവിനെ കാണാൻ പറ്റും. അതുപോലെ യായിറോസിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോകുന്ന കർത്താവിനെ കാണാൻ പറ്റും. എന്നാൽ മുടിയനായ പുത്രൻ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോയി. അവൻ അറിവുള്ളവനാണ്, അവൻ പിതാവിന്റെ കൂടെ നിന്നവനാണ്, അവൻ സ്വർഗരാജ്യ രഹസ്യം മൊത്തം അറിഞ്ഞവനാണ്, പിതാവിന്റെ സ്നേഹം അനുഭവിച്ചവൻ. ഇത് പിതാവിനെ തള്ളിക്കളഞ്ഞിട്ട്
ലോകസുഖങ്ങളുടെ പുറകെ പോയപ്പോൾ ഈ പിതാവ് അവനെ തേടിപ്പോകുന്നില്ല, അവൻ തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുന്ന കാണാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം പരിശുദ്ധമാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ടവരെ, തകർന്നുപോയവരെ നമ്മൾ തേടിപ്പിടിക്കണം. എന്നാൽ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയവർ, അവരെ നമ്മൾ തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. അവർ മടങ്ങി വരാൻ വേണ്ടി, അവർക്ക് വേണ്ടി ഈ നല്ല പിതാവ് മുടിയനായ പുത്രൻ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.